ഇതൊരു ചപ്പാത്തി കേട്ടോ, നല്ലൊരു പനീർ പൊറാട്ടയാണ്. അപ്പോൾ എന്നത് അതിൻ്റെ കളിയാക്കണെന്നാണ് ഈ ചിരി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആട്ട എടുക്കുക, ഉപ്പ് ചേർക്കുക, അതിലേക്ക് എണ്ണ ചേർത്ത് നല്ലപോലെ എല്ലായിടത്തും ഒന്ന് യോജിക്കും. ഈ പൊറാട്ട ടിഫിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ സാധാരണ ആട്ട കുഴക്കണതിൽ, ചപ്പാത്തിക്ക് ആട്ട കുഴക്കണതിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വേണം ഈ ഡോ കുഴക്കാൻ. നമ്മൾ ഇതിനകത്ത് ഫില്ലിങ്സ് വെച്ച് നടക്കാനുള്ളത് കൊണ്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നടക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു, ഉപ്പിട്ടു, അതായത് നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴക്കാം. ടിഫിനിൽ ഇതുപോലെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ ടിഫിനും പെട്ടെന്ന് കാലിയാവും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെയാണ്. അപ്പോൾ ആട്ട കുഴച്ചതിന് ശേഷം ഒരു ലേശം എണ്ണയും കൂടെ തട്ടി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് കുഴക്കുക. എന്നിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ആ നേരം കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനുള്ള ഫില്ലിങ്സിനുള്ള മസാല റെഡിയാക്കാം. ഫില്ലിങ്സിനായി ഞാൻ എടുത്തിരിക്കുന്ന അമൂലിൻ്റെ പനീരാണ്. അത് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഉരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ പൊടിച്ച് നല്ലപോലെ ഒന്ന് ക്രംബിൾ ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ്, പിന്നെ അതിൻ്റെ കൂടെ മാഗി മസാല ഞാൻ എടുത്തേക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാട്ട് മസാലയും ചേർക്കാവുന്നതാണ്. മസാല ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും പച്ചമുളകും കൂടെ ചേർക്കാം. കൊച്ചുകുട്ടികൾക്കായി ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ഈ പച്ചമുളക് ഒഴിവാക്കാം, അല്ലെങ്കിൽ അറിയാമല്ലോ പുകല് വയനാത്തെങ്ങാണ്ടും പോയാൽ കരിഞ്ഞു കൂവി പ്രശ്നം ഉണ്ടാക്കി കളയും. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മല്ലിയില ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ചീസിൻ്റെ പീസാണ്. ഇവിടെ മോന് ചീസ് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഹാഫ് പീസ് ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടും ആ ക്യൂബ് മുഴുവനായിട്ട് ചേർക്കാം. ചീസ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ തന്നെ ഈ പനീർ പൊറോട്ട നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് പൊറോട്ടയ്ക്കായി നമുക്ക് ചപ്പാത്തിക്ക് എടുക്കണ പോലെ കുറച്ച് വലിയൊരു ബോൾ എടുക്കുക. അത് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ഫ്ലീറ്റ് പോലെ ഇട്ട് നമുക്ക് ഇതുപോലെ ചപ്പാത്തി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ എക്സ്ട്രാ പോർഷൻ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ എടുത്ത് കളയുക, അല്ലെങ്കിൽ പിന്നെ അത് അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചപ്പാത്തിനകത്തുനിന്ന് മസാല വെളിയിൽ പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ പരത്തി കൊടുത്തതിന് ശേഷം മാത്രം റോളിംഗ് പിൻ ഉപയോഗിച്ച് നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലായിടത്തും ഈവൻ ആയിട്ടൊന്ന് പരത്തുക, ഒത്തിരി കട്ടി കുറക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പാൻ വെക്കുക, ഇത് നല്ലപോലെ അപ്പുറത്തും ഇപ്പുറത്തും ചുട്ടെടുക്കുക. പിന്നെ ആവശ്യം പോലെ എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ഇട്ട്, അല്ലെങ്കിൽ ബട്ടറോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യുക, അത്രയാണ്. പിന്നെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. നമ്മളിവിടെ എടുത്തേക്കുന്നത് തൈരും അതിനകത്ത് കുറച്ചൊരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അച്ചാറാണെങ്കിലും മതി, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ഈ പൊറോട്ട നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചേക്കട്ടെ, നമ്മുടെ ഗിവ് അവേ സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ അതിൻ്റെ വീഡിയോ ടാഗ് ചെയ്തേക്കാം, അപ്പം പോയി നോക്കുക. കാരണം 2-3 വീഡിയോയും കൂടെ ബാക്കിയുള്ളൂ നമ്മുടെ ഗിവ് അവേക്ക് ഉള്ളത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഉപ്പൊരു ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.